ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERPയിൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യാന്നുള്ളതാണ്. സ്റ്റോക്ക് വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ സിസ്റ്റം സ്റ്റോക്കും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റോക്കും ഈക്വൽ അല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ മാസ്റ്ററിൽ വരാം. മാസ്റ്ററിൽ സ്റ്റോക്കിൽ പോയിട്ടുണ്ടെങ്കിൽ താഴെ നമുക്ക് സ്റ്റോക്ക് വെരിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്ക് 4 രീതിയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് 4 രീതിയിൽ ചെയ്യാം. ഒന്നുള്ളത് ആഡ് എന്നുള്ളതിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ പ്രൊഡക്റ്റായിട്ട് നമുക്കിവിടെ വെരിഫൈ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കോഫി പൗഡർ എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഒന്നല്ലെങ്കിൽ ബാർകോഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് മാനുവലി സെർച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെ ഐറ്റം യൂണിറ്റ് ഏതാണോ, ഏത് യൂണിറ്റിലാണോ നമുക്ക് ചെയ്യേണ്ടത് അത് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കി കാണാം റിക്വയർഡ് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത്. ഇത് നമ്മുടെ സിസ്റ്റം സ്റ്റോക്കാണ്. ഇനി അവൈലബിൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിക്കൽ സ്റ്റോക്കാണ്. അപ്പോൾ ഫിസിക്കൽ സ്റ്റോക്ക് എത്രയാണോ അത് നമ്മൾ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് 55 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ ഡിഫറൻസിൽ -1 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴേക്കൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നോട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആഡ് ടു മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ്, ഈ -1 എന്നുള്ള ഡിഫറൻസ് ഇവിടെ ആഡ് ടു മിസ്സിംഗ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിസ്സിംഗ് സ്റ്റോക്കായിട്ട് എൻട്രി വന്നോളൂ. അതിനുശേഷം നമ്മളിത് ആഡ് ടു വെരിഫൈഡ് ലിസ്റ്റ് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് വേറെ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഓരോരോ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യാം. വൺസ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെരിഫൈ സ്റ്റോക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിക്കോളും. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ വൈസ് ആണ്. ടേബിൾ വൈസ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറീൻ്റെ അണ്ടറിലുള്ള കംപ്ലീറ്റ് പ്രൊഡക്റ്റും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇതിൽ തന്നെ നമുക്ക് റിക്വയർഡ് സ്റ്റോക്ക്, ഓരോന്നിനും അവൈലബിൾ സ്റ്റോക്ക് എത്രയാണ് എല്ലാം നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് ഒരുമിച്ച് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് വരുന്നത് യൂസിങ് ലോഗ് ഫയലാണ്. യൂസിങ് ലോഗ് ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുന്നത് യൂസിങ് ലോഗ് ഫയലാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സൽ ഷീറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യാനുള്ളതാണ്. നമുക്ക് സാമ്പിൾ എക്സൽ ഷീറ്റ് ഈ ഒരു ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് ഐറ്റം, ബാർകോഡ്, അതുപോലെ തന്നെ നമുക്ക് റിക്വയർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള 2 കോളം ആയിരിക്കും ഡാറ്റ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു റിക്വയർഡ് ക്വാണ്ടിറ്റിയിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോഫി പൗഡർ എന്നുള്ളൊരു പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് സിസ്റ്റം സ്റ്റോക്ക് 5 ആണ്, പക്ഷെ നിങ്ങൾ ഫിസിക്കൽ സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് 3 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ റിക്വയർഡ് ക്വാണ്ടിറ്റി എന്നുള്ള കോളത്തിൽ നിങ്ങൾ 3 എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൽ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ആയിട്ട് ക്വാണ്ടിറ്റി 3 ആയിക്കോളും. ബാക്കി ഉള്ള 2 സ്റ്റോക്ക് -2 എന്നുള്ള ഈ ഒരു 2 സ്റ്റോക്ക് മിസ്സിംഗ് സ്റ്റോക്കിലേക്ക് എൻട്രി വന്നോളും. പിന്നെ നമുക്ക് വെരിഫൈഡ് സ്റ്റോക്കിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ്റെ ടേബിൾ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ വ്യൂ ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക് ഡേറ്റ് ഇട്ടിട്ട് സ്റ്റോക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഇതിലും ഇതേപോലെ നമുക്ക് സാമ്പിൾ എക്സൽ ഫോർമാറ്റ് ഉണ്ട്. ഈ ഒരു സാമ്പിൾ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഈ ഒരു ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ അപ്ലോഡിൽ പോയിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെരിഫിക്കേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിക്കോളും. ഈ ഒരു ബാക്ക് ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി 5-ാം തീയതി ആണ് ഈ ഒരു ഫിസിക്കൽ സ്റ്റോക്ക് എടുത്തത്. അതിനുശേഷം പക്ഷെ നമ്മൾ അന്ന് സ്റ്റോക്ക് വെരിഫൈ ചെയ്തിട്ടില്ല. പിന്നെ 10-ാം തീയതി ആയിരിക്കും നമ്മൾ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നത്. ഈ ഒരു കേസിൽ എന്താ വരുന്നത് വെച്ചാൽ ഓൾറെഡി ആ ഒരു പ്രൊഡക്റ്റിന് പിന്നെയും സെയിലും കാര്യങ്ങളും അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അന്ന് എടുത്ത ക്വാണ്ടിറ്റി ആയിരിക്കില്ല മേ ബി ഇപ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് ഡേറ്റ് വെച്ചിട്ട് അന്നത്തെ സ്റ്റോക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെരിഫിക്കേഷൻ ന്യൂ വഴി ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഫുജിഷ്ക ERPയിൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ്റെ കാര്യം വരുമ്പോൾ പറയാനുള്ളത്.